പ്രാർത്ഥിക്കാം. നാമലിയ സിഗ്ഗ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ നിന്ന് കിഴക്കോട്ട് കുതിച്ചുപായുന്ന ഈ ആത്മനദിയുടെ ചലനം ചലിക്കുന്ന പ്രാണികളെ അത് ഒന്നും കൂടെ ചലനം ഉണ്ടാക്കുന്നു. നിർജീവത്വങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഈ ആത്മപ്രവാഹമാണ് ഈ ദിവസങ്ങളൊക്കെ നാം വളരെ ആത്മാർത്ഥിയായി ധ്യാനിച്ചു വരുന്നത്. അത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. കിഴക്ക് അതിന് ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടെ ഓർപ്പിച്ച് ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയാണ്. വേറെ ഒന്നുണ്ട് ഭാഗങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നെങ്കിലും ഇത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാനാണ്. വളരെ സാവകാശം ശബ്ദമൊക്കെ അടച്ചു വരുന്നു. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ ഒന്ന് സാവകാശം നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഇരുന്ന് തന്നാൽ മതി. ബാക്കി നമുക്ക് പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 13-11 വാക്യത്തെ ആസ്പദമാക്കിയാണ്. ലോത്ത് നീരോട്ടമുള്ള സ്ഥലത്തേക്ക് കൂടാരം നീക്കി അടിച്ചു. ലോത്തിനെ കുറിച്ചാണ് ഇന്നലെ രാത്രി പഠിച്ചത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പോഴാണ് പിന്മാറ്റക്കാർ മടങ്ങി വരുന്നത്. സ്തോത്രമല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായ പിന്മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നാം കണ്ടുപിടിക്കണം. 4 കൽപ്പനകളാണ് അതൊന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രി തുടരുന്നത്. 4 കൽപ്പനകളായിരുന്നു ദൈവദൂതൻ കൈക്ക് പിടിച്ചു പുറത്തിറക്കുമ്പോൾ ലോകത്തിന് കൊടുത്തത്. ഇന്നലെ രാത്രി നമ്മൾ ആ 4 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 4 കാര്യങ്ങൾ നീ ചെയ്യണം. എന്തായിരുന്നു ആ 4 കാര്യങ്ങൾ? ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പിന്നെ പുറകോട്ട് നോക്കരുത്, പിന്നെ ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, ആ പർവ്വതം വരെ ഓടി രക്ഷപ്പെടുക. ഈ 4 കാര്യങ്ങളാണ് ഇന്നലെ രാത്രി നാം ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ആ സഹോദരിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ. കാരണം ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്നുള്ളതായിരുന്നു നമ്മൾ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ അല്ലെങ്കിൽ ആ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ലോകാവസാനം എപ്പോഴാകുമെന്നൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാരിങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് അത് ലോത്തിന്റെ കാലം പോലെ ആകും എന്നുള്ള മറുപടിയൊക്കെ കൊടുത്ത് നോഹയുടെ കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ ലോത്തിന്റെ കാലത്തെ പോലെ ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞു ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്നുള്ള ആ ചിന്തയായിരുന്നു. സ്തോത്രമല്ലേ. അപ്പം ഇന്നലെ നാം ചിന്തിച്ചത് 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമായിരുന്നു. ലോത്തിന് ലഭിച്ച 4 കൽപ്പനകൾ. തിടുക്കത്തോടെ ഇവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളണം. ജീവരക്ഷയ്ക്ക് വേണ്ടി നീ ഓടണം. ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്, പുറകോട്ട് എന്ത് ചെയ്യരുത്, നോക്കരുത്. സ്തോത്രമല്ലേലൂയ. ആ പർവ്വതം വരെ ഓടി രക്ഷപ്പെടണം. ലോത്ത് കുറേ എക്സ്ക്യൂസൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ പർവ്വതം വരെ ഓടാനൊന്നും വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. വേണേ ഈ പട്ടണം വരെ പോകാം. അതൊക്കെ ആ 19-ാം അധ്യായത്തിൽ നിങ്ങൾ വിശദമായി വായിച്ചാൽ മതി. അല്ലല്ലേ. ഇനി നമ്മൾ ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് യേശു ആവശ്യപ്പെട്ടത് റിമെമ്പർ ലോത്ത്സ് വൈഫ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന ആ ചിന്തയിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് വ്യക്തികളിലുണ്ടായ പരാജയം നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഒടുവിൽ അല്ലയ്യ ദൂതൻ കൈക്ക് പിടിച്ചിറങ്ങിയിട്ട് ഇന്നലെ രാത്രി ഓർപ്പിച്ചായിരുന്നു. ദൂതൻ കൈക്ക് പിടിച്ചിറങ്ങിയിട്ടും അല്ലയ്യ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പോകുവാൻ കഴിയാതെ ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയത്? ഉപ്പ് തൂണായിപ്പോയി. അല്ലല്ലേ. ഉപ്പ് തൂണായിപ്പോയെന്നറിയാം. പോയി കണ്ടവർക്കൊക്കെ അറിയാമത് എത്ര വലിപ്പമുണ്ടെന്നൊക്കെ. ഞാൻ ഏതായാലും പോയിട്ടില്ല ഇതുവരെ. ഉപ്പ് തൂണായിപ്പോയ ലോത്തിന്റെ ഭാര്യ ദൂതൻ കൈക്ക് പിടിച്ച് ഇറക്കിയിട്ടും ഹതാശയായിപ്പോയ തകർന്നുപോയ ഒരു ജീവിതമായിരുന്നു. എന്തായിരിക്കാം ചില കാരണങ്ങളിൽ ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. എന്ത് വാട്ട് മെയ്ഡ് ഹെർ ടു ബി ലൈക്ക് ദാറ്റ് അല്ലേ. 23 മുതലുള്ള വാക്യങ്ങളാണ്. നിർത്തി 19-ാം അധ്യായത്തിന്റെ 23 മുതൽ ഉള്ള വാക്യങ്ങൾ. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അപ്പം ഈ കൈക്ക് പിടിച്ച് ദൂതന്റെ കൂടെ ഇറങ്ങിയെങ്കിലും സ്തോത്രമല്ലേ ലോത്തിന്റെ പിറകിലാണ് ആര് നിന്നത്? ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, ഭർത്താച്ചാൻ മുന്നിൽ പോക്കോട്ടെ, ഞാൻ പുറകിൽ നിന്നോളാം. പക്ഷെ ഉദ്ദേശം വേറെയായിരുന്നു. സ്തോത്രമല്ലേലൂയ. ഈ ലോത്തിന്റെ കൂടാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും ഒരുമിച്ച് ഓടാൻ ഒരേ ദൂതനെ പിടിച്ചത്. അത് ഓർക്കണമല്ലേലൂയ. ഒരേ ദൂതന്മാരാണ് ഭാര്യയെയും ഭർത്താവിനെയും 2 പെൺമക്കളെയും കൈക്ക് പിടിച്ച് പോകുന്നത്. പക്ഷേ ആൻറ്റി ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ആയി, പുറകിലൊന്ന് നിന്നിട്ട് ഒത്താലൊന്ന് നമ്മുടെ ഭാഷയെ പറഞ്ഞൊന്ന് തിരിച്ച് പോകാൻ പറ്റുമല്ലോ എന്നല്ലേ. മനസ്സില്ല മനസ്സോടുള്ള നടപ്പ് അത് കാണിക്കുന്നത്. പോകുന്നുണ്ടെങ്കിലും എങ്ങനെയാ പോകുന്നത്? മനസ്സോ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. പുള്ളിക്കാരി ഒരു ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല. നമുക്കും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ ടൊർണാഡോ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ജീവനെ കൊതിയുള്ളതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല
ഈ ഇറങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നടക്കേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ അവളൊന്ന് അല്പം ഒന്ന് പുറകോട്ട് മാറി. പിന്മാറ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ഇതാണ്, നമ്മുടെ സ്ലോ ഡൗൺ ആണ്. സ്പിരിച്വൽ മാറ്റേഴ്സിൽ ദ മോമെന്റ് വി ബിക്കം സ്ലോ ഡൗൺ. ആത്മീയ അല്ലെങ്കിൽ തകർച്ച ഒരു രാത്രി കൊണ്ട് ഓവർനൈറ്റ് ഉണ്ടെന്നുമല്ല, ഒരു സഭായം മുടക്കി അങ്ങനെ തീരുമൊന്നുമല്ല. പിന്മാറ്റം പതുക്കെ പതുക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചെറിയ ചെറിയ രീതിയിലാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്നപ്പോഴും ഹല്ലേലൂയ ആരംഭത്തിലൊന്നും കൊണ്ടുവന്ന് ലോകത്തിന്റെ മഹത്വമൊന്നുമല്ല കാണിച്ചത്. നമ്മൾ പറയത്തില്ലയോ, നമ്മുടെ ഇതിന് ഓൾവേസ് ദ വിൽ ഡീൽ വിത്ത് അവർ ഹല്ലേലൂയ മിനിമം അപ്പറ്റൈറ്റ്. നമ്മുടെ വിശപ്പിനോട് അതിന് പിശാച് ആദ്യം അത്യാവശ്യമുള്ള കാര്യമല്ലേ. കല്ലപ്പമായി മാറുക എന്ന് കൽപ്പിക്കുന്ന വലിയ തെറ്റായിട്ട് കാര്യമൊന്നുമല്ലല്ലോ. ഒരു ഭക്ഷണ കാര്യത്തിലാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണമല്ലേ, ഓൾവേസ് ഹി അപ്പീൽ ടു അവർ ഫ്ലഷ്ലി ഡിസയേഴ്സ്. നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും നിവൃത്തി തരാൻ ആര് ചോദിച്ചാലും ഒരു കുറ്റവും പറയത്തില്ല. ഉപവാസം കഴിഞ്ഞിരിക്കുന്ന ഒരാളിന് എന്താ കൊടുക്കേണ്ടത്? അപ്പം തന്നെയാണ് കൊടുക്കേണ്ടത്. സ്ലോലിയാണ് നമ്മളെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നത്. ജഡത്തിൻ്റെ ഹല്ലേലൂയ അങ്ങനെയാണ്. ഗോഡ് ഗിവൺ അപ്പറ്റൈറ്റിനെയാണ്, ഗോഡ് ഗിവൺ ഡിസയറിനെയാണ് പിശാച് സ്റ്റിറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒത്തിരി ആഴത്തിൽ കുഞ്ഞുങ്ങളോടുള്ളപ്പോൾ ചേർത്ത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണെങ്കിലും ഹല്ലേലൂയ മൊത്തത്തിലൊക്കെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ദൈവം തന്നിരിക്കുന്ന ഡിസയേഴ്സ് ആൻഡ് അംബീഷൻസ് ഒക്കെ ഉണ്ട്. ദൈവദത്തമായിട്ടുള്ളതാണ് ഇത് ജഡത്തിൻ്റെ മാത്രമല്ല, ദൈവം തന്നിരിക്കുന്നതാണ്. ആഹാരത്തോടുള്ള വിശപ്പ്, കാര്യങ്ങളെല്ലാം അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുവാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. ഈ റീഡയറക്റ്റ് ചെയ്യുന്നത്, റീറൗട്ട് ചെയ്യുന്നത് പിശാചിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്. അങ്ങനെയാണ് പിന്മാറ്റത്തിൻ്റെ പ്രാരംഭ ലക്ഷണം. ഒത്തിരി പെട്ടെന്നൊന്നുമല്ല വീഴുന്നത്, പതുക്കെ പതുക്കിയാണ് മനുഷ്യൻ പുറകോട്ട് പോകുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഓടുന്നത്, ദൂതനെ നോക്കിയാണ് ഓടുന്നത്. ദൂതൻ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് ഇന്നുവരെയും സ്വതവും വിട്ടിട്ടില്ല. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇന്ന് രാത്രി കംപ്ലീറ്റ് ആയിട്ട് വിടേണ്ടതിനെ വിട്ടെങ്കിൽ മാത്രമേ ആത്മശക്തി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാം നദി അളന്നളന്ന് കൊണ്ടുപോയിട്ട്, ഞാൻ ആരംഭത്തിൽ നമ്മൾ ഓർക്കുന്ന പോലെ തന്നെ, കാല് തറയിൽ നിന്ന് പിടിവിടുന്നത് വരെ, ഹല്ലേലൂയ, കാല് തറയിൽ നിന്ന് ഇളകുന്നത് വരെയും ആത്മനിറവിലേക്ക് നാം എത്തണം, ഉച്ച മുതൽ പെരുവിരൽ വരെ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കൂ, എന്നാൽ ജഡത്തിന്റെ ഇഷ്ടത്തെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നിവർത്തിക്കത്തില്ല. സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. പരിശുദ്ധാത്മാവിനൊരു പൂർണ്ണ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പാട്ട് ആത്മനിറവിലായിരിക്കണം, ശുശ്രൂഷ ആത്മനിറവിലായിരിക്കണം, ജീവിതം ആത്മനിറവിലായിരിക്കണം, വാക്കും ചിന്തയും നടപ്പും എല്ലാം ആത്മനിറവിലായിരിക്കണം. ആത്മാവിനൊരു ടോട്ടൽ കൺട്രോള് നാം വിട്ടുകൊടുക്കണം. അല്പം 50-50% അല്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവാം വചനം നിങ്ങൾ കേൾക്കുമ്പോൾ വചനത്തിന് മുമ്പാകെ വിധിയപ്പെടുത്തിട്ട് ഒരു 100% സമർപ്പണമാണ് ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. ഒരു അല്പം ഇവിടെ സ്വല്പം അവിടെ അല്പം എന്നുള്ളതല്ല, ഒരു ടോട്ടൽ റാഡിക്കൽ അബ്സല്യൂട്ട് ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്വപ്നം അത് തന്നെയാണ്. അങ്ങനെ ഒരു അടിസ്ഥാനപരമായ രൂപാന്തരം. അല്ലെങ്കിൽ ചർച്ചിലിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോഴും വലിയ ആലയത്തിലൊക്കെ പറയുന്നതാണ്, ഇപ്പം നമ്മുടെ സഭയിൽ അത്രയും കുഴപ്പങ്ങളൊന്നും ഇല്ല. എത്രയോ അടുത്ത് നമ്മൾ കാണാറുണ്ടല്ലോ ആൾക്കാരൊക്കെ മെസ്സേജൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ചർച്ചിൻ്റെ പീക്ക് വർഷിപ്പ് ടൈമിലാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നോക്കി, അവർ പോസ്റ്റ് ചെയ്ത ടൈം ഒന്ന് നോക്കിയാട്ട് ഇവിടെ അല്ലെങ്കിൽ മരിച്ചു കിടന്ന് പ്രസംഗിക്കുന്ന സമയത്താണ് വേറെ കാര്യങ്ങളൊക്കെ. നിങ്ങളെ എവിടെ പോസ്റ്റ് ചെയ്ത് അറിയാമല്ലോ. അല്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റ് ആണേ പോലും അല്ലെങ്കിൽ ആലയത്തിനകത്തിരുന്നു കൊണ്ട് വേറൊരു ബിസിനസ്സിലും പോകരുതെന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത് വളരെ ഖേദകരമായ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ന്യൂസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ, ഒരു വാർത്ത കിട്ടിയ ഉടനെ ഹല്ലേലൂയ കണ്ടു, നല്ല കാര്യം, ഇനി അവിടെ നിങ്ങൾ നോക്കിയത് തന്നെ നല്ല കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അന്നേരം അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ ടൈം നോക്കി അറിയാം, 11:45 ഇവിടെ തകർത്തോണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. വി ഹാവ് കം ടു വർഷിപ്പ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ചാടുന്നു, ഇവിടെ കിടന്ന് കൊട്ടുന്നു, പാടുന്നു, കുറേ പേര് മണ്ടന്മാർ കൈയടിക്കുന്നു. അതിനിടയ്ക്ക് ഹല്ലേലൂയ ചരിത്രങ്ങളൊക്കെ ലോകമെമ്പാടും പാസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് തന്നെ ലോത്തിന്റെ ഭാര്യ ചെയ്തത്. ദൂതന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിലും മനസ്സിപ്പോഴും സ്വതവുമില്ല. പിന്മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് രാവിലെ നാം അവിടെ നിന്ന് മടങ്ങി വരണം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സ് ഇവിടെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. ഇസ്രായേൽ മക്കൾ ഇന്നലെ ഓർപ്പിച്ചു, ഇസ്രായേൽ മക്കൾ മുന്നോട്ടാ പോകുന്നതെങ്കിലും അവരുടെ മനസ്സ് പുറകോട്ടായിരുന്നു. അവസാനം ഒരിക്കൽ അവർ ഒരു ദിവസം സഹി കെട്ടിട്ട് അവർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാം. മോശ വരുന്നു, താമസിച്ചു. നമ്മൾ മലയിലോട്ട് വിട്ട മോശ ഇങ്ങോട്ട് വരുന്നില്ല. 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് പുള്ളി താഴോട്ട് കാണുന്നില്ല. മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് ഒരു സമയത്താണ് കാളക്കുട്ടി ഉണ്ടാക്കുന്നത്. ഒരു സമയത്ത് പറയും, നമ്മൾക്കൊരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം, തിരിച്ച്. പക്ഷേ ഈ മണ്ടന്മാർ ആലോചിക്കുന്നുണ്ട്, തിരിച്ചു ചെല്ലുമ്പോൾ ചെങ്കടൽ തുറക്കണമെന്നൊരു നിർബന്ധവും
ഇല്ല. ഇങ്ങോട്ട് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു കൊണ്ട് ഈ വഴി തുറന്നതാണ്. മോശ കൂടെ ഉണ്ടായിരുന്ന വഴി തുറന്നതാണ്. തിരിച്ചു ചെല്ലുമ്പോൾ ചെങ്കടൽ മുറിക്കാൻ കരുത്തുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള കൃപയുള്ള ഒരുത്തരും അതിനകത്തില്ല. എന്നിട്ടും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോരണം. ഒരുപക്ഷെ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമല്ലിയ, വന്ന വഴികളൊക്കെ നല്ലതാ, ദൈവം നടത്തിയത് നല്ലതാണ്. പക്ഷേ ഒരു മടങ്ങിപ്പോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഇരട്ടി നാശത്തിലേക്ക് നാം മടങ്ങിപ്പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മുന്നോട്ടിറങ്ങി വെച്ച കാല് മുന്നോട്ട് തന്നെ പോകണം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ, ആപത്തിലും രോഗത്തിലും അവൻ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് വേണം ദൈവസഭ മുന്നോട്ട് പോകുവാൻ. ഇനി ഒരു പിന്നോട്ടുള്ളൊരു യാത്ര നമുക്ക് പാടില്ല. സ്തോത്രമല്ലിയ. സോദോമിൽ പെയ്തിറങ്ങിയ അഗ്നിഗന്ധത്തിന്റെ മഴയിൽ നിന്ന് തീക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് എന്തുകൊണ്ട് ഓർത്തില്ല? ഇവിടെ ഇരുന്നു കൊണ്ട് ഓർക്കണ്ടേ? അതാ ദൈവമക്കളെ സ്തോത്രം. അല്ലല്ലേ അഗ്നി നരകത്തിൽ നിന്നാ തമ്പുരാൻ നമ്മെ വിടുവിച്ചത്. അല്ലല്ലേ മൃത്യു മേയിച്ചവരായിരുന്നു നമ്മൾ, പാതാളത്തിന്റെ ആടുകളായിരുന്നു. അല്ലലിയ അവിടെ നിന്നല്ലേ അല്ലലിയ ദൈവം എന്നെ പിടിച്ചിറക്കിയത്. എന്തുകൊണ്ട് ഇന്നും മനസ്സിൽ നിന്ന് അല്ലലിയ പഴയത് വിട്ടുകളയാൻ കഴിയുന്നില്ല? ദൈവം വിടുവിച്ച വിധങ്ങളെ ഒരു നിമിഷം ഓർത്താൽ, ആഴമുള്ള കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, അഗ്നി മേഘത്ത് അല്ലലിയ അഗ്നി വർഷിക്കേണ്ട സ്ഥാനത്ത്, ദൈവക്രോധം പെയ്തിറങ്ങിയിടത്ത്, ദൈവത്തിന്റെ അല്ലലിയ ആ കോപത്തിന്റെ അഗ്നി ഇറങ്ങിയ സ്ഥാനത്ത്, പാപത്തിന്റെ ഗർത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ലോത്തിനെ പ്രതി ആ കുടുംബത്തെ ദൈവം വിടുവിച്ചതാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലോത്തിനെ പ്രതി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 19-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അബ്രഹാമിനെ ഓർത്തു. ഇവിടെ പെരുമഴയായിട്ട് അഗ്നി പെയ്യുകയാണ്. തീയും ഗന്ധകവും ഇങ്ങോട്ട് പെയ്തിറങ്ങുമ്പോൾ അല്ലേ, ഗോഡ് ഈസ് എൻഗേജ്ഡ് വിത്ത് കൺസ്യൂമിങ് ദ എൻറ്റയർ ലാൻഡ് ഓഫ് സോഡം ആൻഡ് ഗോമോറ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ദൈവം ആരെ ഓർത്തു? ദൈവം ഓർത്ത് എത്ര പേർക്കും സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഭൂമി കീഴ്മേൽ മറിയുമ്പോൾ എൻ്റെ കാര്യം ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആകാശം കീഴ്മേൽ മറിയുമ്പോൾ, കൊടുങ്കാറ്റ് ചീറിയടിക്കുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, മഹാമാരി ഉണ്ടാകുമ്പോൾ, അനർത്ഥങ്ങൾ ദേശത്ത് സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, യൂക്കോണിൽ പാർക്കുന്ന, മസ്റ്റാങ്ങിൽ പാർക്കുന്ന, ഒക്ലഹോമ സിറ്റി പാർക്കുന്ന, പത്തനംതിട്ടയിൽ പാർക്കുന്ന, കോഴിക്കോട് പാർക്കുന്ന, കർണാടകയിൽ പാർക്കുന്ന ആ കൊച്ചു വീട്ടിനകത്ത് ദൈവത്തിന്റെ കണ്ണുണ്ട്. ആ മമ്മറയുടെ തോപ്പിൽ പാർക്കുന്ന, ഹെബ്രോനിൽ കൂടാരമടിച്ചിരിക്കുന്ന വന്യ വയോധികനെ ദൈവം ഓർത്തെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഏത് പ്രതിസന്ധിയുടെ കാറ്റ് പെയ്തിറങ്ങുമ്പോഴും, ഏത് അഗ്നിമഴ പെയ്തിറങ്ങുമ്പോഴും, ഏത് തീയും ഗന്ധകവും വർഷിക്കുമ്പോഴും എന്നെ കാണുന്ന ഒരുവനുണ്ട്. എൻ്റെ പ്രാർത്ഥന ഓർക്കുന്ന, എൻ്റെ കണ്ണുനീർ ഓർക്കുന്ന, എൻ്റെ നിലവിളി ഓർക്കുന്ന, എൻ്റെ മധ്യസ്ഥ ഓർക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. പല അനർത്ഥങ്ങളും തട്ടിമാറ്റിയത് ഹല്ലേലൂയ. ഞാനിവിടെ മിടുക്കരാതെന്ന് പറയുന്നത് കൊണ്ടൊന്നും അല്ല. ഹല്ലേലൂയ. ആരൊക്കെ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ ഇരുന്ന് മധ്യസ്ഥ അണച്ചിട്ടുണ്ട്. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാക്ഷ്യം ഹല്ലേലൂയ. ഇതൊക്കെ കുഞ്ഞുങ്ങളുള്ളപ്പോൾ പറയണ്ട, എന്നാലും ഞാനങ്ങ് നിങ്ങളോടങ്ങ് പറയുക. നിങ്ങൾ അവരോട് പറയൂ, ഞാൻ പിന്നെ അവരോട് പറഞ്ഞോളാം. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാക്ഷ്യം എന്താണ് പറഞ്ഞാട്ടെ. അവർ സന്തോഷമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാക്ഷ്യം, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി തന്നാൽ ഞങ്ങൾ പറയത്തില്ല. കഴിക്കാൻ പറഞ്ഞാട്ടെ. ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു, ഉടുക്കാൻ ഒന്നുമില്ലാതെ ദൈവം നടത്തി. നമ്മുടെ സാക്ഷ്യം എന്താണ്? ഇതിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഡോളറേ ഉള്ളായിരുന്ന കയ്യിൽ ദൈവം ഘട്ടത്തിലൊക്കെ നടത്തി. ഇനി നമ്മുടെ പിള്ളേരുടെ സാക്ഷ്യം എന്തുമായിരിക്കും? അറിയിച്ചുണ്ടോ? എനിക്ക് 4-ാം ക്ലാസ് വെച്ചാണ് ഫോൺ കിട്ടിയത്. അവരുടെ പിള്ളേരോട് ഞാൻ ആലോചിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ അവരുടെ പിള്ളേരോട് സാക്ഷ്യം പറയുന്നത്. എനിക്ക് സെൽഫോൺ കിട്ടിയത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 2ാമത്തെ നിലയിൽ വൈഫൈ പവർ കുറവായിരുന്നു. ഹല്ലേലൂയ. കാറ് കിട്ടിയത് 17ാമത്തെ വയസ്സ്. ഇതൊക്കെ ആയിരിക്കും അവരുടെ സാക്ഷ്യം. ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഇനി അടുത്ത തലമുറ എന്താ സാക്ഷ്യം പറയാമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വന്ന വഴിയിൽ ഹല്ലേലൂയ ആരോ നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് മധ്യസ്ഥ അണച്ചിട്ടുണ്ട്. ഏതോ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ നമ്മൾ കിടന്നുറങ്ങിയപ്പോഴും നമ്മുടെ പേര് പറഞ്ഞ്, നിങ്ങൾ സഭയിലുള്ളവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരൊന്നും ഹല്ലേലൂയ മുഴങ്കാലിരിക്കുമൊന്നുമല്ല. നിങ്ങൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊന്ന് ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിലായിരിക്കും. പക്ഷേ ഈ പ്രാർത്ഥനയൊക്കെ ഓർത്താ ദൈവം അവരെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷിപ്പിച്ച ഹല്ലേലൂയ. വന്ന് ഏകദേശം ഹല്ലേലൂയ ഈ പ്രായമുള്ള 99 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഹല്ലേലൂയ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ, കൂടാരവാതിക്കലിരിക്കുമ്പോൾ 3 പുരുഷന്മാർ കടന്നു വരുന്നു, നിലത്തോളം കുനിയുന്നു, അവരെ സ്വീകരിക്കുന്നു, അവരുടെ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നു, മുറിക്കകത്ത് കയറുന്നു, അല്ലെങ്കിൽ അടയുണ്ടാക്കുന്നു, ഹല്ലേലൂയ കാളയെ പാചകം ചെയ്യുന്നു, അവർക്ക് മുന്നിൽ കൊണ്ടുവെക്കുന്നു, വയറ് നിറച്ചുമാർ ഭക്ഷണം കഴിക്കുന്നു. കഴിച്ചിട്ട് പോകുമ്പോൾ 2 പേര് സോദോമിലേക്ക് പോകുന്നു. 22-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം
ഞാൻ നിന്നോടൊന്ന് മറച്ചു വെക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടുന്നു. എനിക്ക് ആ വലിയ സന്തോഷമാണ് അല്ലലിയ. സത്യത്തിൽ അല്ലലിയ ഒരു സെലിബ്രേഷൻ നടത്തേണ്ട സമയം ആരുടെ ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. അടുത്ത വർഷം ഈ സമയത്ത് 24 വർഷം പഴക്കമുള്ള ഒരു വാഗ്ദത്തം നിന്റെ വീട്ടിൽ നിവർത്തിക്കാൻ പോകുക എന്ന് ദൂത് കേട്ടിരിക്കുമ്പോൾ സത്യത്തിൽ അല്ലലിയ ആ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നേരത്തെ അല്ലലിയ അടകുഴച്ചതുപോലെ, നേരത്തെ കാളയെ അറുത്തുപോലെ വീണ്ടും ഒരു വിരുന്നും കൂടെ വീട്ടിൽ നടത്തേണ്ട സമയത്താണ് ഒരു മനുഷ്യൻ നിന്ന് കരയുന്നത്. ഹല്ലേലൂയ. ദൈവമേ, 50 ഉണ്ടെങ്കിൽ, 100 ഉണ്ടെങ്കിൽ, 20 ഉണ്ടെങ്കിൽ, 10 ഉണ്ടെങ്കിൽ, നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിടുവിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞ് 22 വാക്യം നോക്കിയിട്ട് എന്താ അല്ലെ അവിടെ എഴുതിയിരിക്കുന്നത്? 19:22. അബ്രഹാം ദൈവ സന്നിധിയിൽ തന്നെ നിന്നു. അല്ലല്ലേ, വീട്ടിലോട്ട് പോകുന്നില്ലെന്നേ. മമ്രയുടെ കൂടാരത്തിൽ സാറ സന്തോഷിച്ചിരിക്കുകയാണ്. അവിടെ അറുത്ത കാളയുണ്ട്, അവിടെ അല്ലല്ലേ കുഴച്ച മാവിനകത്ത് ചുട്ടെടുത്ത ചൂടുള്ള അടയുണ്ട്. ഇവിടെ ആഘോഷിക്കുന്ന സമയമല്ല. അല്ലല്ലേ, കൂട്ടു സഹോദരന്റെ മേൽ തീ ഇറങ്ങുമെന്ന് കേട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ തന്നെ നിന്നു. ഇതിന്റെ പേരല്ലേ ആത്മഭാരം എന്ന് പറയുന്നത്. അവന് തിരിച്ചു പോകാൻ തോന്നിയില്ല. അല്ലല്ലേ, when you hear the message അല്ലയോ, when you hear that people are struggling, when you hear that somebody in the jail, when we hear that people are going through the tormentation, they are going through the അല്ലല്ലേ persecution, നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? അവർ ദൈവസന്നിധിയിൽ തന്നെ നിന്നു. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ലെന്ന്. അല്ലല്ലേ, നമ്മുടെ അലസതയും നമ്മുടെ ഉറക്കവും ഒക്കെ ഇന്ന് രാത്രി ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ നാം തയ്യാറാകണം. ദൈവസന്നിധിയിൽ തന്നെ നിന്നു. അത് ആരോർത്തു? ദൈവം ഓർത്തെന്നാണ്. ലോത്ത് അല്ലെങ്കിൽ ഒരു സത്യത്തിൽ ഇന്നലെ ഞാൻ ഓർപ്പിച്ചു ഒരു നീതിമാനായിരുന്നു. ആ ഒരു നീതിമാനൊക്കെ ആയിരുന്നെങ്കിലും ഇന്നലെ ഓർപ്പിച്ചത് നമ്മൾ ഓർച്ചു വലഞ്ഞുപോയ നീതിമാനാണ്. അതിൻ്റെ കാരണം കൂടെ നമുക്ക് നോക്കാം. എന്തായിരിക്കാം ലോത്ത് വലഞ്ഞുപോയാൽ ഉള്ള കാരണങ്ങൾ? 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ അവിടുന്ന് ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2 പത്രോസ് 2 Peter chapter 2 verse 6, 7, 8. അധർമ്മികളുടെ ഇടയിൽ താമസിച്ചിരുന്നു. ഒന്നാമത്തെ ചിന്ത, ലോത്ത് എവിടെ താമസിച്ചേ? അധർമ്മികളുടെ ഇടയിൽ താമസിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 12 തൊട്ട് നമ്മൾ വായിച്ചാണ് അവന് ലോത്ത് യോർദാന് കിഴക്കോട്ട് മാറി കൂടാരം നീക്കി എവിടെ അവസാനം എവിടെ എത്തിച്ചേർന്നു? സോദോമിൽ എത്തിച്ചേർന്നു. അല്ലല്ലേ, അതേ മക്കളെ നാം വിശുദ്ധരാണ്. അല്ലല്ലേ, നമ്മൾ പാർക്കുന്ന സ്ഥലം, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ അറ്റ്മോസ്ഫിയർ വാട്ട് വി ആർ ക്രിയേറ്റിംഗ്. നാം അല്ലല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫെലോഷിപ്പ് ഒക്കെ വളരെ സൂക്ഷിക്കേണ്ട. നമ്മുടെ വിശുദ്ധന്മാരാണെന്നാലും അല്ല, ഒന്നും കൂടെ ഒന്ന് ഓർക്കണം, ഇന്ന് രാത്രി പറഞ്ഞ് മനസ്സിലാക്കണം. സ്തോത്രം ഹല്ലേലൂയ. നാം തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. വേർപാടെന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ദൈവം വേർപാടില്ലെങ്കിൽ പിന്നെ പെന്തിക്കോസുകാരനില്ലെന്ന്. വേർപാടില്ലെങ്കിൽ പിന്നെ ആരില്ല? പെന്തിക്കോസുകാരനില്ല. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളൊരു കോമൺ മാനായിട്ട് മാറും. ഹല്ലേലൂയ. യൂണിവേഴ്സൽ ചർച്ച എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാം. നമ്മളെ കഴിഞ്ഞ ദിവസം ദൈവദാസന് ഓർപ്പിച്ച കണക്കല്ലിയ വിശുദ്ധ തിരുവെഴുത്ത് കൊണ്ട് നടക്കുന്നതാ നമ്മുടെ അഭിമാനം. അല്ലേ, as we are able to carry the word of God throughout our life, that's the greatest privilege. അങ്ങനൊരു വലിയ പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മൾ വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പുരോഹിതനെ അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ തലയിൽ അഭിഷേക തൈലം ഒഴിക്കുന്നു, മാർപ്പതക്കം കെട്ടുന്നു, ചുമൽക്കണ്ടം വെക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുരോഹിത വസ്ത്രം ധരിക്കുന്നു. ഹല്ലേലൂയ. നടുവിൽ അരക്കെട്ട് കെട്ടുന്നു. എല്ലാം വസ്ത്രമെല്ലാം ധരിച്ചിട്ട് നെറ്റിയിൽ ഒരു പട്ടം വെക്കും. യഹോവയ്ക്ക് വിശുദ്ധം. അതാണ് അല്ലെങ്കിൽ അവസാനത്തെ ചടങ്ങെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വസ്ത്രം മൊത്തം ധരിച്ചത് കൊണ്ട് കാര്യം മാത്രമേ, വെള്ള ഷർട്ട് ഇട്ട് ഹല്ലേലൂയ ഒക്കെ ഇങ്ങനെ ക്ലീൻ ഷേവ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മുടിയൊക്കെ പറ്റ വെട്ടിയോട്ടൊന്നും കാര്യമായിട്ടില്ല. വിശുദ്ധൻ തന്നെയായിരിക്കണം. എന്ന് രാത്രി കാലം അല്ലെങ്കിൽ അവസാനം നമുക്ക് ലഭിക്കുന്ന പതക്കം അതാണ്, ഹോളി അൻഡു ദ ലോർഡ്. ഹോളി അൻഡു ദ ലോർഡ്. സ്വർഗം ഇന്ന് രാത്രി സാക്ഷ്യപ്പെടുത്തട്ടെ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ജാതീയ പ്രവാചകനായ ബിലയാമിന്റെ ആദരത്തിൽ കൂടെ അത് വെളിപ്പെട്ടു വരണമെങ്കിൽ ആ ജനം കാത്തു പരിപാലിച്ച വിശുദ്ധിയുടെ മാനദണ്ഡം എത്ര വലുതായിരുന്നു. ഇന്ന് രാത്രി കാലമല്ല സോദോമിലേക്ക് വന്നിട്ട് അധർമ്മം കണ്ടിട്ട് അധർമ്മികളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനുള്ള ഒരു അല്ലെങ്കിൽ താല്പര്യം ലോത്ത് കാണിച്ചില്ലല്ലോ. വലഞ്ഞു പോയതിൻ്റെ ഒന്നാമത്തെ കാരണം പാപം കാണുമ്പോൾ ഒഴിഞ്ഞു മാറണം.
ദോഷം കാണുമ്പോൾ ഒഴിഞ്ഞു മാറണം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണമെന്നല്ലേ വചനം പറയുന്നത്. ദുർമാർഗത്തിൽ നിന്ന് സകല കാല് ഞാൻ നൽകിയ നിന്റെ ന്യായപ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് സകല ദുർമാർഗത്തിൽ നിന്നും എൻ്റെ കാല് വിലക്കുന്നു എന്നാ പറയുന്നത്. അബ്സ്റ്റെയിൻ ഫ്രം എവരി ഫോം ഓഫ് ഈവിൾ. ദോഷം വിട്ടകലണം എന്നാ പറയുന്നത്. ദോഷം കണ്ടാൽ ദൈവമക്കൾ ഒഴിഞ്ഞു മാറണം. ദോഷത്തിന് ഇടയിൽ ചെന്ന് പെടരുത്. പാപത്തിന്റെ വഴിയിൽ ആയിപ്പോകരുത്. സ്തോത്രം ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:14 മുതൽ വായിക്കുന്ന വേർപാടിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. അവിശ്വാസികളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇണയില്ല പെണ കൂടരുത്. സ്തോത്രം. 2 കൊരിന്ത്യർ 4:14 തൊട്ട് വായിക്കുന്ന ഹല്ലേലൂയ. ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ഹല്ലേലൂയ. ദേവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് പൊരുത്തം. ഹല്ലേലൂയ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് യോഗ്യത. നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുപോരുവിൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, തിന്നരുത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിതാവാം ദൈവവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. അല്ലെങ്കിൽ ദൈവിക പിതൃപുത്ര ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ, ദൈവിക പിതൃപുത്ര ബന്ധം നിലനിർത്തണമെങ്കിൽ വിശുദ്ധ ജീവിതം ചെയ്യണമെന്നല്ലേ ദൈവം ആവശ്യപ്പെടുന്നത്. ഇന്ന് രാത്രികാലം അതിൽ കുറഞ്ഞൊരു സ്വപ്നം ദൈവത്തിനില്ല. ദൈവം പറഞ്ഞത് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ ഒരു അപ്പന് മകനെക്കുറിച്ച്, ഒരു അമ്മയ്ക്ക് തന്റെ മകളെക്കുറിച്ച്, മകനെക്കുറിച്ച് ഒരു സ്വപ്നമുള്ളതുപോലെ കുഞ്ഞെ നീ കുടുംബത്തിന്റെ പേര് കളഞ്ഞു കുളിക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ പറയില്ലേ, പെന്തിക്കോസുകാരാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, പെന്തിക്കോസുകാർ അതിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഓ ഹല്ലേലൂയ. അതിൽ കുറഞ്ഞൊരു സ്വപ്നമില്ല. ഹല്ലേലൂയ. ഞാൻ സമ്പന്നനായിരിക്കുന്ന പോലെ നിങ്ങൾ സമ്പന്നനാകണമെന്നല്ല ദൈവം പറഞ്ഞത്. ഞാൻ ഹല്ലേലൂയ അതുപോലെ ഇതുപോലെ ആകണമെന്നല്ല ദൈവം പറഞ്ഞത്. ആസ് ഐ ആം ഹോളി യു ബി ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും വിരൽ ചൂണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിൽ കുറഞ്ഞൊരു സ്വപ്നം എനിക്കില്ല, ഇതിൽ കുറഞ്ഞൊരു പ്രതീക്ഷ എനിക്കില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ സകലത്തിലും വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പഴയ നിയമത്തിലെ ദൈവത്തെ നമുക്ക് ക്രൂരനായിട്ടൊക്കെ തോന്നുന്നു. എന്തെങ്കിലും ചെയ്ത ഉടനെ അന്നേരം അടിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്താലും അന്നേരം ശിക്ഷ. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ തന്നെ മരുഭൂമിയിൽ എത്ര പ്രാവശ്യം പട്ടുപോയി, എത്രയോ പേർ മണ്ണിനിരയായി മാറി, എത്രയോ പേർ ഹല്ലേലൂയ ഇല്ലാതായതിന്റെ കാരണം എന്താ? അന്നത്തെ പോലുള്ള ശിക്ഷ കൃപയുടെ കാലം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒഴിഞ്ഞൊന്നും മാറല്ലേ. ആമോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുവാൻ മുതിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആവർത്തിച്ച് തെറ്റ് പറയുന്നത്, ആവർത്തിച്ച് അതേ തെറ്റ് ആവർത്തിക്കുന്നതിന്റെ കാരണം എന്താ? ശിക്ഷ ലഭിക്കാത്തത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം ശിക്ഷയില്ലെന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് ദൈവം ഒഴിവാക്കി വിട്ടിരിക്കുക. കൊയ്ത്തോളം വളരട്ടെ, എല്ലാ കളയും പറിച്ചു കളയുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. ശത്രു നട്ട പല കളകളും സ്വർഗം കണ്ണടച്ചു വിട്ടിരിക്കുക. കൊയ്ത്തോളം നിൽക്കട്ടെ. അന്ന് ഞാൻ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ വിത്ത് പറിച്ച് കളപ്പുരയിലേക്കും കളയെല്ലാം തീയിലേക്കും ഇട്ട് കളയും. അതുകൊണ്ട് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ നടന്നില്ലെന്നോർത്തുകൊണ്ട് 2025 18-ാം തീയതി വരെ ദൈവം കണ്ണടച്ചെന്നോർത്തുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നീതിമാനാണെന്ന് എനിക്ക് തോന്നരുത്. ഇന്ന് രാത്രികാലം അധർമ്മികളുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വരണം. സ്തോത്രം. പാപത്തിന്റെ വഴിയിൽ നിന്ന് കാലുകൾ പിൻവലിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരാ? നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യവും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാകുന്നു. ഐഡന്റിറ്റി മറന്നൊരു കളി നമുക്ക് വേണ്ട. വി വാണ്ട് ടു ബി ഹോളി ആസ് അവർ ഗോഡ് ഈസ് ഹോളി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രത്തോട് ചോദിക്കാം, നീ എന്തുകൊണ്ടാണ് രണ്ടാമത് ഹല്ലേലൂയ വലഞ്ഞു പോയത്? അതിന്റെ അടുത്ത വാക്യം, ആ വാക്യം തന്നെ. അതിന് മുമ്പിലുണ്ടല്ലോ, നാൾത്തോറും ഹല്ലേലൂയ നാൾത്തോറും അധർമ്മ പ്രവൃത്തി കണ്ട്, അധർമ്മികളുടെ നടുവിൽ വസിക്കും. നാൾത്തോറും അധർമ്മ പ്രവൃത്തി കണ്ട്, അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും ഇരിക്കുക പുള്ളി അങ്ങോട്ട്. ഒരു കാര്യം അലളിക്കുക, ദൈവഹിതമില്ലാത്ത കാര്യം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പഠിക്കണം. സ്തോത്രം. ദൈവഹിതമില്ലാത്ത വിഷയം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെവി പൊത്താൻ പഠിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1-ാം സംഘത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം 2 പ്രാവശ്യം മനസ്സിലായി ഇത് ദൈവാലോചന അല്ലെന്നുണ്ടെങ്കിൽ അബ്സ്റ്റെയിൻ ഫ്രം ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഹല്ലേലൂയ. ഇത് ദൈവഹിതം അല്ലെന്ന് കണ്ടാൽ ഒഴിഞ്ഞിരിക്കാൻ പഠിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഇതിനുള്ള ഒരു ആത്മീയ കരുത്ത് നമുക്കുണ്ടായിരിക്കണം. പാപം കാണുമ്പോൾ ഓടി മറയണം. ഇന്നലെ ഞാൻ ഓർപ്പിച്ച 101-ാം സംഘത്തിൽ ഞാൻ ഓർപ്പിച്ചതാണ്. ഹല്ലേലൂയ. ഒരു നീചകാര്യം, ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ
പെരുമാറും. ഒരു നീച കാര്യം ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കൊട്ടവരുടെ വഴിയെ ഞാൻ അംഗീകരിക്കത്തില്ല. ദുഷ്ടൻ എൻ്റെ കൂടെ പാർക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വേർപാട് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത്, എന്നിട്ട് പുള്ളിക്ക് മനം നൊന്തു. ഈ ദുഷ്കാമ പ്രവൃത്തികൾ, പാപം ഒക്കെ കാണുമ്പോൾ പുള്ളിയുടെ മനസ്സിന് ഭയങ്കര വേദനയാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു പോയത്. സ്തോത്രമല്ലിയ. അനുദപിച്ചിട്ടൊന്നും മാത്രം കാര്യമൊന്നുമില്ല. വേർപാടെന്ന് പറയുന്നത് ഓടിപ്പോകേണ്ട സ്ഥലത്ത് ഓടിക്കോണം, മാറിപ്പോകേണ്ടിടത്ത് എന്ത് ചെയ്തോണം? യോസഫിനെ പോലെ ഓടി രക്ഷപ്പെടാൻ തയ്യാറാകണം. അല്ലല്ലേ? പാപത്തിന്റെ വശീകരണ വാക്കുകൾ മുന്നിൽ വരുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനം വരുമ്പോൾ, പാപത്തിന്റെ പദ്ധതികൾ പിശാച് അകത്ത മുറിയിൽ ഒരുക്കുമ്പോൾ ഓടി രക്ഷപ്പെടുവാനുള്ള ആത്മീയ കരുത്ത് പ്രാപിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യ 30 ഗുണായിപ്പോ എൻ്റെ ഒന്നുണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. സമയം വേഗം പോയല്ലോ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം ഹല്ലേലൂയ അനുസരണക്കേടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം അവൾ കേട്ടതിൽ ഡിസൊബീഡിയൻസ്. ദൈവശബ്ദം കേട്ടതാണ് ജീവരക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. ലോത്തിന്റെ മാത്രം ചെവിയിലല്ല ദൂതൻ പറഞ്ഞത്. ഹല്ലേലൂയ. 2 പെൺമക്കളോടും ലോത്തിനോടും ഭാര്യയോടും ചേർന്നുള്ള ഒരു കോമൺ മെസ്സേജ് ആയിരുന്നു ദൂതൻ കൊടുത്തത്. ജീവരക്ഷിക്കാട്ട് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. പുറകോട്ട് നോക്കരുത്. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. അല്ലേ? എത്ര കറക്റ്റായിട്ട് ദൂത് പറഞ്ഞത്. there is a chance. അല്ലയ്യ. തിരിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. തിരിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. ദൈവാത്മാവ് ദൈവവചനത്തിൽ കൂടെ നിങ്ങൾക്ക് ആലോചന തരുന്നത്. കഴിഞ്ഞ 1 വർഷമായി പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ, ദൈവദാസിമാരിൽ കൂടെ ഒരു കൊച്ചു മീറ്റിങ്ങിനാണെങ്കിലും മാറി മാറി ദൂത് തന്നത് തിരിഞ്ഞോടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്, പിന്മാറിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഹല്ലേലൂയ, പിന്മാറിപ്പോകുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ എന്തില്ല? പ്രസാദമില്ല. നാമോ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാ. ഹല്ലേലൂയ. പിന്മാറിപ്പോയാൽ എൻ്റെ ഉള്ളത്തിന് അവനോട് എന്തില്ല? പ്രസാദമില്ല. ദൈവത്തിന്റെ സന്ദേശം മാറി മാറി കേൾക്കുന്നതിന്റെ കാരണം പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്, തിരിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ദൂതൻ നേരിട്ട് കൈപിടിച്ച് ദൂത് പറഞ്ഞതാ. ഇതിക്കുള്ള അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത്. ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എങ്ങനെ ഒരു മെസ്സേജ് കിട്ടാൻ പറ്റുമല്ലോ? ഭർത്താവ് അനുസരിച്ചല്ലോ. സ്തോത്രമല്ലേ? എന്നിട്ട് അവൾ എന്തില്ല? അനുസരിച്ചില്ല. ഒരു ഓർക്കണമല്ലോ, ഭാര്യ കൃപയിലാണെന്ന് ഓർത്തുകൊണ്ട് ഭർത്താവ് രക്ഷപ്പെടണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ അമ്മാമ ഭയങ്കര പ്രാർത്ഥനയും ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കറങ്ങി നടക്കുക. രക്ഷപ്പെടണം ഒരു നിർബന്ധവും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രമല്ലേലൂയ. അച്ചായൻ എല്ലാ കാര്യത്തിലും മുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയുണ്ട്, മുടങ്ങുന്നൊന്നുമില്ല. ഞാനിങ്ങനെ രക്ഷപ്പെടത്തില്ല. അവരവരുടെ പ്രാണനെ നേടണം. സ്തോത്രമല്ലേലൂയ. ദൂതൻ കൈക്ക് പിടിച്ചത് കൊണ്ടോ, ഭർത്താവ് കൂടെ നടന്നത് കൊണ്ടോ, കുഞ്ഞുങ്ങൾ കൂടെ നിന്നത് കൊണ്ടോ രക്ഷപ്പെടണമെന്നില്ല. മനസ്സുകൊണ്ട് ഇന്ന് രാത്രി ഓരോരുത്തരും ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകണം. ഓരോരുത്തരും മുന്നോട്ട് പോകണം. സ്തോത്രമല്ലേലൂയ. ആദ്യ മാതാപിതാക്കൾക്ക് പറ്റിയ അതേ അനുസരണക്കേട് തന്നെയാണ്. ആവർത്തന പുസ്തകം 28:15 അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തിന്റെ പട്ടിക പറയുന്നത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചാൽ, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടന്നാൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ ആചരിച്ചാൽ നിങ്ങൾക്ക് മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ദോഷവും വരത്തില്ല. അല്ല, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം ശാപഗ്രസ്തമായിരിക്കും എന്നുള്ളതാണ് ഹല്ലേലൂയ അവിടെ ഓർപ്പിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ച യിരെമ്യാവ് 18 നാം വായിക്കുന്നുണ്ടല്ലോ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എൻ്റെ വാക്കുകളെ കേട്ട് അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും. വചനം കേട്ട് അനുസരിക്കണം. സ്തോത്രമല്ലേലൂയ. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ അവിശ്വാസമായിരുന്നു. ഈ സോദോമിനെയും ഗോമോറയും ദൈവം നശിപ്പിക്കുമെന്ന ദൂത് ലോത്തിന്റെ ഭാര്യയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. സ്തോത്രമല്ലേലൂയ. അവിശ്വാസമുള്ളൊരു ഹൃദയമായിപ്പോയി. നമ്മളങ്ങനെ ഇത്രയും നാളൊക്കെ ഞാൻ വാരിക്കൂട്ടി സമ്പാദിച്ചതൊക്കെ ആരെടുക്കാൻ പറ്റുമോ? എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ദൈവം എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മക്കളല്ലേ, ദൈവത്തിൻ്റെ പൈതലല്ലേ. അല്ലെങ്കിൽ അതുകൊണ്ട് ഇതൊക്കെ ഈ വചനം പോലും കോട്ടി പിശാച് കൊണ്ടുവരും. യേശുവിൻ്റെ പരീക്ഷ തന്നെ ഓർക്കാൻ പറ്റും. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് അവിടെ സത്യത്തിൽ എൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷനെ വായിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ആർ എ സൺ ഓഫ് ഗോഡ് എന്നല്ല, സിൻസ് യു ആർ എ സൺ ഓഫ് ഗോഡ്. നീ ദൈവപുത്രനാണല്ലോ, നീ ദൈവപുത്രനാകെ കൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് താഴോട്ടങ്ങ് ചാടിക്കോളെ. സിൻസ് യു ആർ എ സൺ ഓഫ് ഗോഡ്, സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ചാടിക്കോ. അപ്പോൾ എന്ത് ചെയ്യും? 91 സംഘത്തിൻ്റെ വാക്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിശാച് നമ്മളെക്കാട്ടി തിയോളജി കറക്റ്റ് ആരുടെയാണ്? തിയോളജി കറക്റ്റ് പിശാചിൻ്റെ തന്നെയാണ്. കാരണം ഈ ക്രിസ്തുവിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നല്ല വെളിപ്പാടുള്ള ആർക്കാണ്? നമുക്കൊക്കെ കുറച്ചൊക്കെ അറിയത്തുള്ളത്. നല്ല പ്യുവർ തിയോളജി ആർക്കെ അറിയത്തുള്ളൂ? പിശാച് പറഞ്ഞ് ചാടിക്കോ, ആര് പിടിച്ചോളും? ഭൂതന്മാരെ. നമ്മളാണെങ്കിൽ ഐ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഏറ്റെടുത്തേനെ ചാടിക്കാൻ. ഇങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ മെസ്സേജ് മുഴുവൻ. ഐ റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. അല്ലല്ല, ആരെങ്കിലും എവിടെങ്കിലും പറയുന്ന ഉടനെ 2 കൈ നീട്ടിയിട്ട് അതിന് എന്തിനാ എഴുതിയിരിക്കുന്ന അറിയരുത്. ഐ റിസീവ് ഇറ്റ് റൈറ്റ് നൗ, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ടുനൈറ്റ്, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയടയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ ആരെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് പിശാചാണോ പാസ്റ്ററാണോ എന്ന് അറിയണമെന്ന് ഞാൻ എന്തായാലും അല്ല പറഞ്ഞു കേട്ടോ.
മൊത്തത്തിൽ പറഞ്ഞാൽ അല്ലയ്യ. ആരാ ഇത് പറഞ്ഞെന്നറിയണം. ഐ റിസീവ് ഇറ്റ് എന്നാണല്ലോ ഇപ്പോഴത്തെ മെസ്സേജ്. അങ്ങനെയാണല്ലോ അല്ലയ്യ. വിടുതലിന്റെ സന്ദേശം അല്ലയ്യ. എവിടുന്ന് കിട്ടിയാൽ ഇന്ന് രാത്രി ഇത് വിടുതലിന്റെയാണ്. ഇത് വിടുതലിന്റെ എന്നല്ല, ഇത് അല്ലയ്യ, ഇത് അല്ലയ്യ, ഇത് മാനസാന്തരത്തിന്റെ സന്ദേശത്തിന്റെ കാലമാണ്. ഇത് ദൈവസഭയുടെ ക്രമീകരണത്തിന്റെ വർഷങ്ങളാണ്. ഈ 12-ാം മാസം അല്ലയ്യ, ഈ 11 മാസം തടഞ്ഞു കിടന്ന നന്മ ഒരുമിച്ച് കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് രാത്രി 11 മാസം ക്രമപ്പെട്ട് ജീവിക്കാത്തത് മുഴുവൻ ഇന്ന് രാത്രി ക്രമീകരിക്കുന്നു പറയുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു പുതിയ വർഷം കർത്താവ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു വലിയ മല മറിക്കുമെന്നല്ല. കർത്താവ് ആയുസ് തന്നാൽ, കർത്താവേ ഇനി ഒരു ആയുസ് തന്നാൽ അങ്ങയുടെ പാതയിൽ തന്നെ നടക്കും, അങ്ങയുടെ വഴിയിൽ തന്നെ. എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. കാരണം ഇവിടെ പിശാച് പറയുന്ന എല്ലാം ഒന്നും നമ്മൾ ഏറ്റെടുക്കരുത്. വചനം നല്ലതാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലേ, വാക്യം നല്ലതാ. അതിന്റെ മുൻപും പിൻപൂടെ നോക്കണം. എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത്, എന്താ ഈ വചനത്തിന്റെ അർത്ഥമെന്ന്. സ്തോത്രം. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നെവർ പുട്ട് ഗോഡ് ഓൺ ടെസ്റ്റ്. ദൈവത്തെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. സ്തോത്രം. അതൊരു വലിയ അർത്ഥമുള്ളല്ലേ. ഇത് കുറച്ചും കൂടെ അത് പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ടല്ലേ. ദൈവത്തെ അത് ഇതും പറഞ്ഞെന്ന് ദൈവത്തെ പേടിപ്പിക്കരുത്. 3-ാം ദിവസം മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ആർക്ക് പോയി? നമുക്ക് പോയി. പേടി. ഞാൻ 7 ദിവസം ഇനി വെള്ളം കുടിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാട്ടെ. ആർക്ക് പോയി? നമുക്ക് പോയി അല്ലല്ലേ. ഈ സ്തോത്രം അല്ലല്ല. അങ്ങനെ ദൈവത്തെ ഒന്ന് പേടിപ്പിച്ചു കളയല്ല കേട്ടോ. ദൈവത്തെയും ദൈവസഭയും പേടിപ്പിക്കരുത്. സ്തോത്രമല്ലേ. ദൈവത്തെ ദൈവമക്കളെയും പേടിപ്പിക്കരുത്. നമുക്കാ നഷ്ടം വരാൻ പോകുന്നത്. സ്തോത്രം. ഇവിടെ പറയുന്നത്, പിശാച് പറയുമ്പോൾ യേശു പറഞ്ഞാലല്ല, നീ ഇത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതല്ലേ. നടന്നിറങ്ങാവുന്ന സ്റ്റെപ്പാണെങ്കിൽ ചാടാനൊന്നും ശ്രമിക്കരുത്. നല്ല ദേവാലയത്തിന്റെ ഗോപുരത്തിൽ നിന്ന് ചാടി പേരെടുക്കുകയും പെരുമയെടുക്കുകയും സ്ഥാനം കാണിക്കുകയും അല്ല നമ്മുടെ തെളിവെന്ന് പറയുന്നത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ഇന്ന് രാത്രിക്കാലം വചനമാണെങ്കിലും വചനം ഉള്ളത് തന്നെയോ എന്ന് പരിശോധിക്കണം. പെരോവയിലെ വിശ്വാസികൾക്കുള്ള പ്രത്യേകത എന്തായിരുന്നു? തെസ്സലോനിക്കയിലേക്കാൾ അവരാരായിരുന്നു? ഉത്തമന്മാരായിരുന്നു. തെസ്സലോനിക്കർക്ക് ഒരു കുഴപ്പമുള്ളവരല്ലല്ലോ. 1 അധ്യായം വായിച്ചോട്ട്. അവർ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രയത്നമുള്ളവരായിരുന്നു. അവർ വിശ്വാസത്തിൽ വീരന്മാരായിരുന്നു. അവർ മഹാഘട്ടത്തിൽ കൂടെ കടന്നുപോയിട്ടും പരിശുദ്ധാത്മാവിന്റെ വചനം ഉള്ളുകൊണ്ട് സ്വീകരിച്ചവരാണ്. അക്കായിലും മക്കതോനിയും ഉള്ളവർക്ക് അവർ മാതൃകയാണ്. മറ്റൊരാൾ ചെന്നിട്ട് അവരെ ഉപദേശിക്കേണ്ട ഒരു കാര്യമില്ല. അത്രയ്ക്ക് സ്പിരിച്വലി സാച്ചുറേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ഡ്വെല്ലിംഗ് ഇൻ തെസ്സലോനിക്ക. ഒരു കുഴപ്പമില്ല. പക്ഷേ തെസ്സലോനിക്കയിലുള്ളവരെ അപേക്ഷിച്ച് ബെരോവക്കാർക്ക് ഒരു അപ്രഹാരം ഉണ്ടായിരുന്നു. അവരെല്ലാ പ്രസംഗം കേട്ടാലും അല്ലയ്യ ആമയും പറഞ്ഞിട്ട് വീട്ടിൽ പോകത്തില്ല. സാക്ഷാ പൗലോസ് പ്രസംഗിച്ചാലും പോയി ചോദിക്കും, ദൈവദാസ സഹോദര, ഇത് വചനം തന്നെയാണോ പറഞ്ഞത്, അത് ഉള്ളത് തന്നെയോ എന്ന് പരിശോധിച്ചിരുന്നു. ഞാൻ ചുമ്മാ എൻ്റെ ആകാംക്ഷ കൊണ്ടൊന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഉത്തരവൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങളെ കണ്ണടച്ചിരുന്നാൽ മതി. അല്ലല്ല, വീട്ടിൽ ചെന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അല്ലല്ല ഇന്ന് രാത്രി കേട്ട പ്രസംഗം ഏത് വാക്യത്തിലാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? എവിടെ കിടക്കാനാണ്? സ്തോത്രമില്ല. ചുമ്മാ ചോദിച്ചതല്ലേ, ഈ പാസ്റ്റർ ഈ ബൈബിളിൽ തന്നെയാണോ പറഞ്ഞത്? ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചല്ലോ. സ്ക്രീനിലൊക്കെ ഞങ്ങൾ കണ്ടു. ആരോ അവിടെ ഇവിടെ ഇരുന്നൊക്കെ വായിച്ചൊക്കെ കേൾപ്പിച്ചു. ഇത് ഉള്ളത് തന്നെയോ എന്ന് പണങ്ങിയോ? നമുക്കതിന് സമയമില്ലല്ലോ നോക്കാൻ. എവിടെ സമയം അല്ലല്ല, ഉള്ളത് തന്നെ. പക്ഷെ വന്നിരിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ അനുഗ്രഹം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയില്ലേലും പരിശോധിച്ചില്ലേലും ഈ അല്ലല്ല 2 തല്ല് കുറവാന്നുള്ളത് 100% ഉറപ്പാണ് ഈ തണുപ്പത്ത് വന്നിരുന്നത്. സ്തോത്രമല്ലിയ. അല്ല, വചനം അവിശ്വാസമുള്ള ഹൃദയമായിരുന്നവർക്ക്. എന്താ വചനം എബ്രായർ 3:12 പറയുന്നത്? അവിശ്വാസമുള്ള ഹൃദയത്തിന് വചനം ഇട്ടിരിക്കുന്ന പേര് എന്ത് ഹൃദയമാ? നിങ്ങൾക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അല്ലെങ്കിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. അവിശ്വാസം ഹല്ലേലൂയ. അവൾക്ക് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ദൈവദാസൻ പറഞ്ഞിട്ട്, ദൈവദൂത് കേട്ടിട്ട്, ദൂതന്മാർ പറഞ്ഞിട്ടും തീയും ഗന്ധകവും ഇറങ്ങുമെന്നും ഇത് മുഴുവൻ കത്തിച്ചാമ്പലാവുമെന്നും നേടിയതെല്ലാം നഷ്ടമായി പോകുമെന്നും പറഞ്ഞിട്ടും ദൂതിനെ അവൾ അവിശ്വസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശു തന്നെ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരെ ശാസിച്ചത് അവരുടെ അല്പവിശ്വാസികളെ, ഞങ്ങൾ എത്രത്തോളം ഞാൻ നിന്നെ സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം എവിടാണെന്ന്. ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശു അവരെ ശാസിച്ച് എന്തിനു വേണ്ടിയാ? അവരുടെ അവിശ്വാസത്തെ ശാസിച്ച്. ഹല്ലേലൂയ. യേശു വന്ന് പ്രത്യക്ഷനായിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർ അത് വിശ്വസിച്ചില്ല. യേശു അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്നാണ് വായിക്കുന്നത്. ഈ സഹോദരിയുടെ തകർച്ചയുടെ കാരണം ഹല്ലേലൂയ അവിശ്വാസമായിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ അടുക്കലേക്ക് ഒഴുകി വന്നിട്ട് നമ്മുടെ അവിശ്വാസത്തെ ഒഴുക്കിക്കളയട്ടെ. വീണ്ടും നമുക്ക് ഒരു വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകേണ്ടതിനായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. 3ാമത്
അവരുടെ അഹങ്കാരമായിരുന്നു. സ്തോത്രം. എനിക്കെന്ത് അനുസരിക്കേണ്ട കാര്യം? സ്തോത്രമല്ലിയ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ സ്വത്തല്ല. ഇവിടെ ഒറ്റ ഒരുത്തൻ പോലും ഞങ്ങളെ വന്ന് സഹായിച്ചിട്ട് ഇല്ല അല്ലേ. സോദോമി വന്നു അന്നല്ലേ അബ്രഹാം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആട്ടപത്രെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് വിട്ടതാ യാത്ര അയച്ച്. പുള്ളി അവിടെ യാഗപീഠം കത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരെ ഒരു കത്തയച്ചിട്ടല്ലല്ലിയ ഒന്നും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെയല്ലേ അഹങ്കാരം വരുന്നത്. എൻ്റെ കൈമിടുക്ക് കൊണ്ടല്ലയ്യ. ഒരിക്കൽ ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ അല്ല, നെബൂഖദ്നേസർ. പുള്ളി മതിലൊക്കെ കൂടെ ചുറ്റി നടന്നിട്ട് പറഞ്ഞല്ലയ്യ എൻ്റെ ധനമഹത്വത്താൽ നിർമ്മിച്ചിരിക്കുന്ന മഹദിയ ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞു. എന്തോ ഒരു സന്തോഷം. പുള്ളിക്ക് തന്നെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഇതൊക്കെ കണ്ടിട്ടല്ലയ്യ ഞാനാണ് ഇതെല്ലാം കെട്ടിപ്പൊക്കിയത്, എൻ്റെ കൈയാണ് ഈ കല്ല് വെച്ച് ഞാനാണ്, ഇത് വെച്ച് ഞാനാണ്, ഇതാണ് ഞാൻ ചെയ്തത്, ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ദൈവം മേളിൽ എന്ന് പറഞ്ഞല്ലയ്യ അല്ലല്ലിയ നീ കുറച്ച് 7 വർഷത്തേക്ക് അല്ലല്ലിയ സാലഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. നീ കാളയെപ്പോലെ എന്ത് ചെയ്യും? പുല്ല് തിന്നും അല്ലല്ലിയ. നിന്റെ തൂവലുകളൊക്കെ കഴുകന്റെ ചിറക് പോലെ വളരും. മഞ്ഞും വെയിലും നീ കൊള്ളേണ്ടി വരും. 7ാമത്തെ വർഷമാണ് ഹി കെയിം ടു ഹിംസെൽഫ്, സുബോധം വന്നത് അല്ലല്ലിയ. അഹങ്കാരത്തിന് എപ്പോഴും ശിക്ഷയുണ്ട്. പ്രൈഡ് മോസ്റ്റ് ഹേറ്റഡ് സിൻ എന്ന് പറയുന്ന 7 മാരക പാപങ്ങളിൽ ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത്. കപടഭക്തി പോലെ തന്നെ അല്ലല്ലിയ ഇമ്മോറൽ ലൈഫ് പോലെ തന്നെ അല്ലല്ലിയ ഒക്കെ ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം. ഒരിക്കലും അഹങ്കാരം നമുക്ക് പാടില്ല ജീവിതത്തിൽ. സ്തോത്രം അല്ലല്ലിയ. സദൃശം 16:18 എപ്പോഴും പേടിയാണ് അല്ലല്ലിയ. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാഗം അല്ലെ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നു? കൃപ കൊടുക്കുന്നത്. 21 ദിവസം ഉപവാസം ഇരിക്കുന്നവർക്ക് കൃപ കൊടുക്കുന്നതല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് 21 ദിവസം അല്ലല്ലിയ 3 നേരം ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതിരുന്നാൽ എന്തോ കിട്ടുമെന്നാ? കൃപ കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. പക്ഷെ വചനം പറയുന്നത് സിമ്പിൾ പ്രിൻസിപ്പിൾ ടു അച്ചീവ് ആൻഡ് അക്യുമുലേറ്റ് ദ ഗ്രേസ് ഓഫ് ഗോഡ് അല്ലല്ലിയ. ദൈവസന്നിധിയിൽ താഴ്നാട്ട് താഴ്മയുള്ളവർക്ക് ഗോഡ് റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഗീവ് ഗ്രേസ് ടു ദ ഹംബിൾ അല്ലെങ്കിൽ ഗോഡ് റെസിസ്റ്റ് ദ ഡെവിൾ പ്രൈഡുള്ളവരോട് അല്ലല്ലിയ അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. 4ാമത്തെ പാഠം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. സ്തോത്രം. ആർത്തിയായിരുന്നു. ലോകത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. സ്തോത്രം അല്ലല്ലിയ. ജീവരക്ഷയേക്കാൾ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ച പോലെ ആ സഹോദരിയുടെ ഹൃദയത്തിൽ മുഴുവൻ ലോകത്തിൻ്റെ ആർത്തിയായിരുന്നു. വാരിക്കൂട്ടിയതെല്ലാം ആയുസ് പര്യന്തം ഇവിടെ ഉണ്ടാകും, പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകണം എന്ന സ്വപ്നത്തിൽ ആ സഹോദരി ജീവിച്ചതല്ലല്ലിയ. ദ്രവ്യാഗ്രഹം മനസ്സിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദ്രവ്യം നല്ലതാണ്. ദ്രവ്യം ഒരിക്കലും മോശമല്ല. ആരംഭകാലം തൊട്ട് ദ്രവ്യമുണ്ട്. ഞാൻ നില ഓർപ്പിച്ചല്ലോ ലലിയ. പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മളെ കൊണ്ടുപോയി. 1ാമത്തെ നദി ഏതായിരുന്നു? ഏതിൽ നിന്ന് പുറപ്പെട്ട ശാഖയെ പുറപ്പെട്ടത്? പീശോൻ. അത് എവിടെ കൂടാ പോകുന്നത്? ഹവീല ദേശമൊക്കെയും അവിടെ എന്തോ ഉണ്ട്? ധാരാളം. അപ്പോൾ ദൈവം ഇതിനൊന്നും എഗനസ്റ്റ് ഒന്നുമല്ല. ഇഷ്ടംപോലെ സമ്പത്തും ധനത്തിനും മാനത്തിനും ഒന്നും ദൈവം എഗനസ്റ്റ് ഒന്നുമല്ല. പക്ഷേ മനസ്സിനകത്ത് ഇത് കയറി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവല്ലോ. സ്തോത്രമല്ലിയ. യൂദയുടെ അകത്ത് 30 വെള്ളിക്കാശി കൂടെ ആരകത്ത് കയറിയത്? സാത്താൻ കയറിയത്. നോക്കിക്കല്ലല്ലിയ. സാത്താൻ കയറിയ അകത്ത് കയറിയ ആ വഴി നോക്കട്ടെ. വെറും 30 വെള്ളിക്കാശ്. 300 ആണെങ്കിലും വേണ്ടിയില്ല അല്ലല്ലിയ. പുള്ളിക്കാരനല്ലല്ലിയ. മറിയ പൊട്ടിച്ച പെർഫ്യൂമിന്റെ വില എത്ര ആയിരുന്നു? 300. യേശുവിന് എത്രയേ ഉള്ളു? 300ന്റെ പറഞ്ഞപ്പോ എന്നത് സാത്താൻ കയറിയില്ല. പക്ഷെ എപ്പോ എത്രണ്ണം കയറി? അപ്പൊ ദ്രവ്യാഗ്രഹം ആലോചിച്ച് നോക്കട്ടെ. വളരെ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെയല്ലേ. സ്തോത്രമല്ലിയ. ഗേഹസി അല്ലല്ലിയ ഓടിപ്പോവുകയാണ് ആറപുറകെ നയമാന്റെ പുറകെ ഓടിപ്പോവുകയാണ്. നയമാൻ വന്നിട്ട് കുഷ്ഠരോഗം സൗഖ്യമാകാൻ വേണ്ടി പുള്ളിയാണെങ്കിൽ ഇഷ്ടംപോലെ 500 താലന്ത് വെള്ളിയും പൊന്നും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ നിൽക്കുന്നത്. സ്വോത്രാജിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല. നീ പോയി വെള്ളത്തിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവസാനം ഇവിടുന്ന് 2 കഴുതച്ചുകൊണ്ട് മണ്ണുമായിട്ട് ആര് പോകുന്നത്? അതിന്റെ പുറകെ ആര് വെച്ച് പിടിച്ചു? ഗേഹസി ഭയങ്കര സ്പീഡിച്ചു. അവിടെ നിന്നുണ്ടല്ലല്ലിയ മിഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന ഗേഹസിയുടെ മിഷൻ റിപ്പോർട്ട് ഒന്ന് വായിച്ചാട്ടെ. 5ാം അധ്യായത്തിന്റെ സ്തോത്രമല്ലിയ. അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് തോന്നുന്നു 26-ാം വാക്യം വരും. ഞാൻ തുറക്കണ്ടെന്ന് വെച്ചതാ. നോക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. അല്ല അവിടെ ഒരു മിനിറ്റ് ഞാൻ തന്നെ പറയാം. കുറച്ചുകൂടെ പുറകോട്ടാണ്. ഗേഹസി ഓടി വരുന്നത് കണ്ടപ്പോൾ നയമാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. ആ വാക്യം 26. അതിലിപ്പോൾ വായിച്ചു. എടുത്ത് വായിച്ചു. നമ്മുടെ സൈഡ് മിററിൽ കൂടെ കണ്ടു കാണുമല്ലേ ഓടി വരുന്നത്. വായിച്ചു. ഭയങ്കര സന്തോഷമായി. പാസ് പറഞ്ഞു വിട്ടല്ലേ. അപ്പം പിന്നെ ചെന്നതിൻ്റെ കൂട്ടത്തിൽ എതിരേറ്റ് കൈയും കൂപ്പി ആര് ചെന്നു? നയമാൻ ചെന്നു. ഇനി കേട്ടോ.
മിഷൻ റിപ്പോർട്ടൊക്കെ എന്നെ വരുമ്പോൾ വായിച്ചോണം സൂക്ഷിച്ച്. നമ്മുടെ ഇടയിൽ കൂടെ പോകുന്നില്ല, നമ്മൾ നേരിട്ട് പോയി കാണുന്നു. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞു പിടിപ്പിക്കുന്നത്. പുള്ളി പറയുന്നത് എന്താ പറയുന്നു, ഇപ്പം തന്നെ ഗലീല നാട്ടിൽ നിന്ന് 2 എന്നാൽ ഓർഫനേജ് 2 പിള്ളേർ വന്നിട്ടുണ്ട്. പറഞ്ഞു. ആ പാവം ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു തള്ളല്ല കേട്ടോ, ചിരിച്ചു തള്ളല്ല. ഹല്ലേലൂയ. വളരെ വളരെ വിവേചനയാത്മാവ് നമുക്ക് വേണം, വളരെ വിവേചനയാത്മാവ് വേണം. ആരെങ്കിലും ഇവിടെ മുന്നിൽ നിന്നുകൊണ്ടല്ലേ, അവിടെ ഓർഫനേജ് ഉണ്ട്, അവിടെ സ്കൂളുണ്ട്, അവിടെ അനാഥശാലയുണ്ട്, അവിടെ വിഡോ ഹോമുണ്ട്, അവിടെ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞങ്ങൾ ട്രാക്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, അവിടെ വേദപുസ്തകം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ചെക്ക് എഴുതുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുന്നത് നല്ലതാണ്. ദൈവസഭ മിഷൻ ചെയ്യുന്നതിൻ്റെ കാരണം അതല്ലേ, നേരിട്ട് നമുക്ക് സ്വാധീനവും നേരിട്ട് പോയി കാണാനും അതിൻ്റെ റിപ്പോർട്ടും അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ നേരിട്ട കാര്യങ്ങൾ ഇടപെടുന്നത്. എന്നോട് വിരോധം തോന്നിയാൽ എനിക്കൊന്നുമില്ല. സ്തോത്രം, സ്നേഹത്തോടെ പറയുകയാണ്. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ കാണുന്ന കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ഇപ്പോൾ എബ്രഹാം മലനാട്ടിൽ നിന്ന് 2 പേര് വന്നിരിക്കുന്നു, 2 ബാലിക്കാരെ വന്നിരിക്കുന്നു. അവർക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് 1 താലന്ത് വെള്ളിയും വേണം, പിന്നെന്താ വേണം, 2 കൂട്ടം വസ്ത്രവും വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലായിരുന്നു, പക്ഷെ പരിശുദ്ധ നദി കൊണ്ടുപോയതായെങ്കിൽ നമുക്കൊന്ന് വായിച്ചിട്ട് വിടാം. വായിച്ചോ. കാരണം ഈ ഇടയ്ക്ക് ഒരു പ്രാസംഗികനെ, നിങ്ങൾക്ക് പേര് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പ്രസംഗരുടെ ഇടയിലുള്ള പേര് പറഞ്ഞില്ല, നിങ്ങൾക്ക് പിന്നെ പറയാം. പുള്ളി എന്നോട് പറയാം, എൻ്റെ അച്ഛാ ബാബുചെറിയാന് 10,000 കൊടുക്കുന്നത്, എനിക്ക് 2,000 എന്നുള്ളത്. നാട്ടിലെ കൺവെൻഷന് പ്രസംഗിച്ചിട്ട് ഒരു പാസ്റ്ററിനോട് പറയാണ്, ബാബുചെറിയാന് 10,000 കൊടുത്ത് എനിക്ക് എത്രയാണെന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വോത്രാജ്യം കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഈ വണ്ടിപ്പിലേക്ക് മുടക്കിയിട്ട് പാവങ്ങൾക്ക് എല്ലാവരും ഒരു സ്വോത്രാജ്യം കൊടുത്തിട്ട് പാവങ്ങൾ ഇത്രയും കട്ട മൈക്ക് വെച്ച് കട്ടിയില്ല കൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ഹല്ലേലൂയ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ പോകുന്നു. ഒരാൾ പറയുക 2,000 കിട്ടിയുള്ളെന്ന്. ആകെ അല്ലെങ്കിൽ 45 മിനിറ്റ് പ്രസംഗിച്ചാനായി പറയുന്നത്, എനിക്ക് എത്ര കിട്ടിയുള്ളെന്ന്. എൻ്റെ സഹോദര, ഹല്ലേലൂയ, 5 രൂപ പോലും കിട്ടാതെ റാന്തൽ വിളക്കുമായി പ്രസംഗിച്ച് നടന്ന ഭക്തന്മാരെ നമുക്കറിയത്തില്ലേ. സ്തോത്രം. ഇവിടെ ഫീസ് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് പാട്ടുകാർ ഫീസ് പറഞ്ഞ പാടത്തുള്ളൂ. നല്ല കാര്യം, കൊട്ടും പാട്ടൊക്കെ വേണം. ഞാൻ പുസ്തകം മുടക്കാൻ പോയി, ഇനി വായു എന്നൊക്കെ പറയും, എൻ്റെ കണക്കെണ്ണം കർഷം വിട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ ഫീസൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു വാങ്ങിക്കുക. അവൻ ഇത് കൊടുത്തു. അല്ല, ഒരു ബാലിക്കാരനും ചുമന്നുകൊണ്ട് വീടിനടുക്ക വരെ വിട്ടു. പക്ഷേ ഹല്ലേലൂയ വീടിനടുക്കാറായപ്പോൾ കള്ളത്തരം നോക്കണം. വീടിനടുക്കാറായപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ തന്നെ ചുമന്നോളാമെന്ന്. അങ്ങനെയുള്ളവനോട് ആത്മനിറവുള്ള ദൈവദാസൻ പറഞ്ഞത്, ഹല്ലേലൂയ, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ആത്മാവ് നിന്നോടൊപ്പം വിവേചന വരം ദൈവസഭയ്ക്കകത്ത് പ്രാപിച്ചിരിക്കണം. ആത്മീയ ലോകത്തെ കപടത്വങ്ങളെ തിരിച്ചറിയേണ്ടതിന്. ഹല്ലേലൂയ. ഭാവി പറയുന്ന മാത്രമല്ല ആത്മവിവേചനം എന്ന് പറയുന്നത്, തെറ്റായ പ്രവണതകളെ വിവേചിച്ചറിയുന്ന വരം കൂടെ ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാപിക്കണം. മുന്നിൽ വന്ന് കുഞ്ഞുങ്ങൾ നിൽക്കുമ്പോൾ സ്തോത്രമല്ലേ, പരിശുദ്ധാത്മാവ് നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. നമ്മുടെ രോഗമൊക്കെ വെളിപ്പെടുത്തി തരത്തില്ല. നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും കാലിനും കൈക്കൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി ഇന്ത്യയിൽ വന്നിട്ടൊക്കെ ഹല്ലേലൂയ രേഷ്മ പറയും, ഹല്ലേലൂയ, ഇന്ന മരുന്നൊന്നും അവിടെ നിന്ന് തേച്ചാൽ മതി, അങ്ങ് മാറുമെന്ന്. അന്നേരം ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അതേ മരുന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ അറിയുന്നത്? നേഴ്സായോണ്ടോന്ന് ആയിരിക്കത്തില്ല, പക്ഷേ ദൈവം നമുക്ക് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും. ഇന്നത് ചെയ്താൽ, ഇന്നത് പറഞ്ഞാൽ, ഇന്നത് പ്രവർത്തിച്ചാൽ ഹല്ലേലൂയ വിവേചനത്തിൻ്റെ വരം ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും ഒഴിവുള്ളവരല്ലെന്നേ. പരിശുദ്ധാത്മാവ് നദി ഒഴുകിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എത്രയോ പ്രാവശ്യം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചിട്ടില്ലേ? ദർശനത്തിൽ കൂടെ സംസാരിച്ചിട്ടില്ലേ? അന്ന് രാവിലെ വായിച്ച വേദവാക്യം ഒരു പ്രവാചകനും വന്നിട്ടല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ഫോൺ തപ്പിക്കൊണ്ടല്ലോ എന്നെ വിളിച്ച് അവരെ വിളിച്ചുകൊണ്ട്? അതിലൊന്നും ഞാൻ എഗനസ്റ്റ് ഒന്നുമല്ല. ഞാനും പ്രവചന ശുശ്രൂഷ ദീർഘവർഷങ്ങൾ ചെയ്തിട്ടുള്ളതാ. പക്ഷെ എന്തിനാ തപ്പിത്തേടി നടക്കുന്നത്? ഹല്ലേലൂയ. വചനം നിന്റെ വായിൽ സമീപമായിരിക്കുകയല്ലേ? ദൈവവചനം വായിൽ സമീപമായിരിക്കുകയല്ലേ? അങ്ങനെ വചനം പറയുന്നത്, എന്റെ വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ ആദരത്തിലും സമീപമായിരിക്കുന്നു. മനുഷ്യ നല്ലതെന്ന് തിരിച്ചറിഞ്ഞാട്ട് ഇടം വലം നടക്കുവാനുള്ള വഴികൾ ദൈവം പറഞ്ഞു തരും. ആർത്തി പാടില്ല, ദ്രവ്യാഗ്രഹം. സോദോം ഗോമറയിൽ ഹല്ലേലൂയ വാരിക്കൂട്ടിയ നന്മകളെല്ലാം കത്തിച്ചാമ്പലാകുമെന്നുള്ള ദർശനം ആ പ്രിയ സഹോദരിക്ക് ഇല്ലാതായി പോയത് കൊണ്ടാ അവൾ ഒപ്പുതൂണായി പോയത്. ഇന്ന് രാത്രി നാമും തിരിച്ചറിയണം, നേടിയതും വാരിക്കൂട്ടിയതുമെല്ലാം ഒരു ദിവസം കത്തിച്ചാമ്പലായി പോകും. ഭൂമിയും അതിൻ്റെ മൂലപദാർത്ഥങ്ങളും കത്തി ഒഴിയും. അല്ല, ആകാശം കൊടുമുഴക്കത്തോടെ വീഴും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. പക്ഷേ ഒന്ന് മാത്രമേ നശിക്കാത്തതുള്ളൂ. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ തൊടുവാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ല.
കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾ പറന്നു പോകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ നദി കിഴക്കോട്ടൊഴുകി ലോത്തിന്റെ നാട്ടിൽ ചെന്നിട്ട് ഞങ്ങളോട് വിളിച്ചു പറയുന്ന സന്ദേശമുണ്ട്. ഇറങ്ങി പുറപ്പെട്ടവൻ മണ്ണിൽ വേരുറയ്ക്കാൻ പാടില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഇറങ്ങി പുറപ്പെട്ട ദൈവസഭയെ, ദൈവമക്കളെ, ഈ മണ്ണിൽ വേരുറയ്ക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മനദി വന്നാൽ ഹല്ലേലൂയ കുറ്റികളൊക്കെ ഇളകട്ടെ. ഇന്ന് രാത്രി എവിടെങ്കിലും മനസ്സുറച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും മനസ്സ് ഉറച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും മനസ്സ് ഉടക്കിയിട്ടുണ്ടെങ്കിൽ, തലമുറയെ കണ്ടോ ഹല്ലേലൂയ ഭാവി കണ്ടോ നന്മ കണ്ടോ കണ്ണുടക്കി പോയിട്ടുണ്ടെങ്കിൽ ഒന്നിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അബ്രഹാമിനെ പോലെ മധ്യസ്ഥ അണയ്ക്കുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. ഇന്നലെ വായിച്ചു, മിനിഞ്ഞാന്നും പറഞ്ഞു, ഇന്ന് പകലും കേട്ടു, ഒന്നും കൂടെ വായിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമും 175 വയസ്സുള്ള അബ്രഹാമും, ഹല്ലേലൂയ 75 വയസ്സുള്ള ഇസഹാക്കും 15 വയസ്സുള്ള യാക്കോബും, 3 തലമുറ ഒരു കൂടാരത്തിനകത്തിരുന്ന്. കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, വലിയ വിശാലമായ കൂടാരമാണ്. അതുകൊണ്ട് ഇനി അബ്രഹാമിൻ്റെ കൂട്ട് 4 ടെൻ്റാണെന്ന് ഓർക്കണ്ട. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നത് അത് വളരെ ലാവിഷായിട്ട് തന്നെയാണ്, ലക്ഷറിയസ് ആണ്. പക്ഷേ കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് അബ്രഹാം 3 തലമുറ ഒരു കാഴ്ച കാണുന്നു. അതിൽ എബ്രാലേനർത്ഥം പറയുന്നത് ഹല്ലേലൂയ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനോടും തൻ്റെ പൗത്രനായ കൊച്ചുമകനായ യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്, 15 വയസ്സുള്ള ഒരു കൊച്ചുമകൻ അപ്പച്ചനോട് ചോദിക്കുന്നു, അപ്പച്ച അല്ല അപ്പച്ചൻ എന്താ എപ്പോഴും മേലോട്ട് നോക്കിയിരിക്കുന്നത്? എനിക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. 175 year old, an old man fixing his eyes on above. അപ്പച്ച എന്താ എപ്പോഴും ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പച്ചൻ പറഞ്ഞു കാണും, കുഞ്ഞെ, ഞാൻ മെസൊപ്പൊത്താമിയയിൽ വെച്ച് എൻ്റെ കണ്ണിന് തിളക്കമുള്ളൊരു ദൈവത്തെ കണ്ടു. ആ തിളക്കത്തിൻ്റെ മുമ്പിൽ നമ്മൾ വാരിക്കൂട്ടിയ പൊന്നിനൊന്നും ഒരു തിളക്കവും ഇല്ല. നമ്മൾ നേടിയ സമ്പത്തുകൾക്കൊന്നും ഒരു നിറവില്ല മോനെ. പിന്നെ ഒരിക്കൽ കൂടെ 15-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ മനസ്സ് മടുത്ത് മരവിച്ച് ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഭയപ്പെട്ടിരുന്ന ഒരു രാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ 15-ാം അധ്യായത്തിൽ മോനെ അറിയാമോ ഹല്ലേലൂയ എനിക്ക് നമ്മുടെ സമ്പത്ത് മുഴുവൻ സ്വത്ത് മുഴുവൻ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരില്ലാതെ എലയാസർ കൊണ്ടുപോകുന്നൊക്കെ എൻ്റെ പേടിയായിട്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി 15:16 ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഒന്ന് പുറത്തോട്ടിറങ്ങി വാ, കം ഔട്ട് ഓഫ് യുവർ ടെന്റ്, പുറത്തോട്ടിറങ്ങി വാ, ലെറ്റ് us walk, നമുക്കൊന്ന് നടക്കാം, എന്നിട്ടൊന്ന് തലപൊക്കി നോക്കാൻ പറഞ്ഞു. അന്നേരവും ഞാൻ കണ്ടു ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്. പിന്നെ എങ്ങനെ ഞാൻ കണ്ണെടുക്കുന്നത്? ഉഡാരമന ഹത്തുരാധകന. ഞാനല്ലേ ഈ മെസൊപ്പൊത്താമിയയിൽ ഇരുട്ടിൽ പാർത്തപ്പോൾ ദൈവം എനിക്ക് വെളിച്ചം പകർന്നു. എനിക്ക് എല്ലാ സമ്പത്തും തന്നെ എന്നെ അനുഗ്രഹിച്ച് മനസ്സ് മുറിഞ്ഞപ്പോൾ അന്നും എനിക്ക് വെളിച്ചം കാട്ടി തന്നെങ്കിൽ പിന്നെ എനിക്ക് കണ്ണെടുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും തമ്പുരാൻ നിനക്ക് വെളിച്ചം തന്നെങ്കിൽ, അന്ധകാര ഭൂമിയെ മൂടി കൂരിരുട്ട് ജാതിയെ മൂടി നിന്റെ മേലോ യഹോവ ഉദിച്ചെങ്കിൽ, കൂട്ടുകാരിൽ പരമായി വെളിച്ചം തന്ന് നടത്തിയെങ്കിൽ, ആരോഗ്യം തന്ന് ഇത്ര നേരെ കൊണ്ടുവന്നെങ്കിൽ, തലയുയർത്തി തന്നെ പറഞ്ഞാട്ട് ഇനി ഞങ്ങൾ മടങ്ങിപ്പോകത്തില്ല. ഒരു പിന്മാറ്റം ഞങ്ങൾക്കില്ല, ഒട്ടും പിന്മാറുകയില്ല. വിശ്വാസ കാൽച്ചുവട് മുന്നോട്ട്. എന്തെല്ലാം വന്നാലും ഏതെല്ലാം ഭവിച്ചാലും ഞങ്ങൾക്കൊരു മടക്കയാത്രയില്ല. ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾ ആനന്ദിക്കും. ആത്മാവിന്റെ നദി ഞങ്ങളെ ഒഴുക്കിക്കൊണ്ടു പോകുന്നു. കാലുകൾ നിലത്ത് നിളകട്ടെ. ഇന്ന് രാത്രി നാം ആരംഭത്തിൽ പാടിയതുപോലെ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കുന്നു. എന്ത് വന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വലഞ്ഞുപോയ ലോത്തിനെ പോലോ, ഉപ്പുതൂണായിപ്പോയ ലോത്തിന്റെ ഭാര്യയെ പോലെയോ, അല്ലെങ്കിൽ തകർന്നുപോയ ലോത്തിന്റെ മക്കളെ പോലല്ല എൻ്റെ ഭാര്യയുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും കുടുംബമായി തീരേണ്ടതിന് അബ്രഹാമിന്റെ കൂട്ട്, ഇസഹാക്കിന്റെ കൂട്ട്, യാക്കോബിന്റെ കൂട്ട്, യോസഫിന്റെ കൂട്ട് അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ ആ ഗോത്രത്തിൽ പിറന്ന ഞങ്ങളുടെ കർത്താവായ യേശുവിനെ പോലെ ആയാൽ മതി. ഞങ്ങൾക്ക് തകർന്നുപോയ ചരിത്രമല്ല, അല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാദം നോക്കി. ഓ ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാദം നോക്കി. ഏതൊന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ നിനക്കായി. ഏതൊന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥ
നിനക്കാം ഓ കൂടുവിട്ടോരു ഞാനിൽ നാട്ട് വീടിന്റെ മുൻപിലെത്തോ ഓ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന ഓ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന ഓ ഉറ്റവ സ്നേഹിത പച്ചം തിരിഞ്ഞു നിന്ന് മുറ്റും ഇടക്കണ്ടെന്ന് തള്ളിടുമ്പോൾ ഉറ്റവ സ്നേഹിത പച്ചം തിരിഞ്ഞു നിന്ന് മുറ്റും ഇടക്കണ്ടെന്ന് തള്ളിടുമ്പോൾ പറ്റിച്ചവൻ നിൽക്കുമേ ഒടുവേ പക്ഷത്തു ചേർത്തിടുമേ പറ്റിച്ചവൻ നിൽക്കുമേ ഒടുവേ പക്ഷത്തു ചേർത്തിടുമേ ആമേ കൂടുവിട്ടൊരു ഞാൻ നാട്ട് വീടിന്റെ മുൻപിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകേറ്റവനായി പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകേറ്റവനാ ഓ പ്രാപഞ്ചികമാകോ പ്രാകൃതമെല്ലാം മാറോ പ്രാണപ്രിയോട് കൂടെ എത്തുമ്പോൾ ഓ പ്രാപഞ്ചികമാകോ പ്രാകൃത എല്ലാം മാറോ പ്രാണപ്രിയോട് കൂടെ എത്തുമ്പോൾ നാമെന്ന് പ്രാപിച്ചൊരു പാത്രം ഓ പ്രാകൃതണക്ക് പറക്കോ നാമെന്ന് പ്രാപിച്ചൊരു പാത്രം ഓ കൂടുവിട്ടോടു ഞാൻ നാട്ട് വീടിന്റെ മുൻപിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളെ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളെ ആലയത്തിന്റെ ഉമ്പരപ്പടിയിൽ നിന്ന് കുതിച്ചൊടുങ്ങിയ നദി കിഴക്കോട്ട് ഒഴുകി. ഹല്ലേലൂയ. ഏതെല്ലാം മേഖലകളിൽ നമുക്ക് വ്യത്യാസം വരുത്തണം, എവിടെല്ലാം നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. ഞാൻ അല്പസമയം എടുത്തെങ്കിലും ഓർത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, ഏതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവവൃക്ഷം ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടരുത്. ഞങ്ങളുടെ ആദിമ പിതാക്കന്മാർ അത് കൈമോശം വന്നു. ഞങ്ങൾക്ക് ആത്മനദിയിൽ ഹല്ലേലൂയ സ്വർഗപരദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾക്ക് തിന്നണം. ഹല്ലേലൂയ. കൈനെ പോലെ കോപിഷ്ഠനായി കൂട്ടു സഹോദരന്റെ ആരാധനയിൽ അസൂയ തോന്നി. ഹല്ലേലൂയ. പാപം വാദത്തിൽ കിടക്കുമ്പോൾ കീഴ്പ്പെടുത്താതെ ജീവിച്ച് ആരാധനയ്ക്ക് വന്ന് അലക്ഷ്യരായിരിക്കാൻ ഞങ്ങളെ അനുവദിക്കാതെ ആത്മാവിലുള്ള ഏകാഗ്രത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലൊക്കെ നാം കേട്ടതുപോലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഹല്ലേലൂയ ലോത്തിനെയും കുടുംബത്തെയും ഇന്ന് രാത്രി നമ്മെ ഓർപ്പിച്ചു തന്നു. വലഞ്ഞു പോകുവാനിടയാകല്ലേ, മനസ്സ് മടുത്തു പോകാനിടയാകല്ലേ, ദ്രവ്യാഗ്രഹത്തിൽ കൊടുക്കരുത്, പാപത്തിൽ നിൽക്കുവാനിടയാകല്ലേ, അധർമ്മം കാണുമ്പോൾ ഓടി വിളിക്കുവാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യം തരണം. പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങാം. നാളെ വൈകിട്ടത്തെയും നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ വളരെ അനുഗ്രഹമായി തീരട്ടെ. ഈ വർഷം പുതുക്കത്തിന്റെ ആത്മാവിനാൽ മുന്നേറുവാൻ നമ്മെ സമർപ്പിക്കാം. തോമസ് മലുവാസ് പ്രാർത്ഥിച്ചു. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട വഴിയെ ഭൂമിയുടെ മൊത്തൊരു പ്രാവശ്യം ആത്മാനാഥന്റെ പാതാറുവെന്നും കടന്നു വന്ന് ആടി ആരാധിപ്പാൻ വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അവസാനമായി നിന്റെ ദാസനോട് ഞങ്ങളോട് വ്യക്തമായും ശക്തമായും ദൈവത്തിന്റെ അറിയിപ്പാതക്കണം നിന്റെ ദാസൻ കരങ്ങളിൽ എടുത്തു വെച്ചാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ ഞങ്ങൾ കർത്താവെ നന്മയും പൂർണ്ണതയുള്ള ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് ഞാൻ ഓർപ്പോടുവാൻ
ഞാൻ ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം കണ്ടെത്തുവാൻ നിങ്ങൾ നേടിയാക്കുകയെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളോട് കരുണ തോന്നിയല്ലോ, നിങ്ങളോട് മനസ്സലിവ് കാണിച്ചല്ലോ. ഒരു പ്രാവശ്യയുടെ ദിവസങ്ങളിൽ കടന്നുണ്ട് തിരുവചനത്തിന് ഭാഗം ഞാൻ വ്യക്തികളായ കുടുംബമായി സഭയായി ഞങ്ങൾക്ക് ഈ വർഷത്തിലെ അവസാന ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഒരു പ്രാവശ്യയുടെ വചനം താഴ്ത്തുവാനും വിനയപ്പെടുവാനും അതെന്റെ നന്മയ്ക്കാണ്, എന്റെ ഭാവി നിത്യത്തിലെത്താൻ വേണ്ടിയാണ്. തിരുവചനോട് സംസാരിക്കുന്ന പ്രാവശ്യം ഗ്രഹിപ്പാനും ഞങ്ങൾക്ക് കൃപയ്ക്കായ സ്തോത്രം. അതിന് സംസാരിപ്പാത്തൊക്കെ രാത്രിക്കറിവിലെത്തി വെച്ച ആ സ്തോത്രം അനുഗ്രഹങ്ങളെ പറഞ്ഞാണ്. അടുത്ത ദിവസങ്ങൾ നടക്കുന്ന എല്ലാ കൂടുതലും മേലും കർത്താവിന്റെ മഞ്ഞും മഴയാക്കുമേലും പ്രാർത്ഥിക്കുന്നു. മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി ദൈവസ്ഥലം കടന്നതിനെ സ്തുതിപ്പാൻ ഇനി ആരാധിപ്പാൻ മേലും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളോട് പറഞ്ഞാൽ വരവിന് പ്രത്യാശയുള്ള തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന് ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ സർവാസം കാവലും പരിപാലനവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും കർത്താവിനുമായി പ്രത്യക്ഷവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും കർത്താവായ സ്വാതന്ത്ര്യം ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ